ഹരി ഓം. ദശകം 32, ശ്ലോകം 8. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഃ. പദച്ഛേദം നോക്കാം. ആകൃഷ്ട നൗകഃ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ. വിശ്വജഗത് വിഭാഗാൻ, അതാണ് വിശ്വജഗദ്വിഭാഗാൻ. സംസ്തൂയമാനഃ നൃപരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ ആചാരീഃ. ച ഉപദിശൻ ആചാരീഃ. ച ഉപദിശൻ ആചാരീഃ, അതാണ് ചോപദിശന്നചാരീഃ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഃ. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ആ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ കൽപ്പന പ്രകാരം ആ മത്സ്യമൂർത്തിയുടെ ഉയർന്ന കൊമ്പിൽ നൗക, ഭൂമിയാകുന്ന നൗകയെ ബന്ധിച്ചു. എന്നിട്ടോ ത്വം ആകൃഷ്ടനൗകഃ, ത്വം ആ മത്സ്യമൂർത്തിയായ നിന്തിരുവടി ഭൂമിയാകുന്ന വഞ്ചി യഥേഷ്ടം വലിച്ചു നടന്ന് മുനിമണ്ഡലായ വിശ്വജഗദ്വിഭാഗാൻ പ്രദർശയൻ. ആ മുനിമണ്ഡലായ സത്യവ്രതാദി മുനി സമൂഹത്തിന് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് തേന നൃപരേണ സംസ്തൂയമാനഃ, തേന നൃപരേണ സംസ്തൂയമാനഃ. അപ്പോൾ ആ വഞ്ചിക്കാത്തിരുന്ന സത്യവ്രതാദി മുനികൾ എന്താ ചെയ്തത്? ചുമ്മാ കയറി ഇരിക്കുകയായിരുന്നു? അല്ല, ആ സത്യവ്രത രാജാവും അവരെന്ത് ചെയ്തു? വഴിപോലെ സ്തുതിക്കപ്പെട്ടു ഭഗവാനെ. അതാണ് പറഞ്ഞത് തേന നൃപരേണ സംസ്തൂയമാനഃ. ആ സത്യവ്രത രാജാവിനാൽ വഴിപോലെ സ്തുതിക്കപ്പെട്ടും പരം ജ്ഞാനം ഉപദിശൻ ച ആചാരീഃ. പരം ജ്ഞാനം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പരം ജ്ഞാനം ഉപദിശൻ ച ആചാരീഃ. പരമാജ്ഞാനം ഉപദേശിച്ചുകൊണ്ടും സഞ്ചാരം ചെയ്തു. പരമാത്മജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തു അവർക്ക്. അപ്പം അവിടെ ചുറ്റിക്കറങ്ങി സകല പ്രദേശങ്ങളും കാണിച്ചു കൊടുക്കുകയും പരമാത്മജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തും കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ആ തോണിയെ വലിച്ചുകൊണ്ട് ആ മഹർഷിമാർക്ക് പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളായ എല്ലാ ലോകങ്ങളെയും കാണിച്ചു കൊടുത്തു. സത്യവ്രത രാജേന്ദ്രനാൽ ഭക്തിപുരസ്സരം സ്തുതിക്കപ്പെടുന്നവനായ ഭഗവാൻ അവർക്ക് ശാസ്ത്രജ്ഞാനത്തെയും ബ്രഹ്മജ്ഞാനത്തെയും ഉപദേശിച്ചുകൊണ്ട് ആ പ്രളയജലത്തിൽ അങ്ങനെ സഞ്ചരിച്ചുവല്ലോ എന്ന്. ആ സത്യവ്രത രാജാവിൻ്റെ സ്തുതി ഭാഗവതത്തിൽ 8 ശ്ലോകങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഈ ഭാഗവത പ്രിയന്മാർക്ക് ഇഷ്ടമുള്ളത്, മനസ്സിൽ നിന്ന് പോകാത്തത് ഒരു ശ്ലോകമുണ്ട്. അത് ഞാൻ ഭാഗവതത്തിൽ നിന്ന് ചൊല്ലി കേൾപ്പിക്കാം. ജനോ ബുധോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മസമീഹതേ സുഖം യത്സേവയാ താം വിധിനോത്യസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാത് ഹൃദയം സനോ ഗുരുഃ. അത് പിരിക്കുമ്പം ജനഃ അബുധഃ അയം നിജ കർമ്മ ബന്ധനഃ സുഖ ഇച്ഛയാ കർമ്മ സമീഹതേ അസുഖം യത് സേവയാ താം വിധിനോതി അസന്മതിം ഗ്രന്ഥിം സ ഭിന്ദ്യാത് ഹൃദയം സഹ നഹ ഗുരുഃ. അതിൻ്റെ ഏതാണ്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഈ വൈരാഗ്യം ജനിക്കാതെ മുക്തി ലഭിക്കുന്നതല്ല. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നിന്തിരുവടിയുടെ ആ സേവാരസത്താൽ മാത്രമേ ദൃഢപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദത്തെ സേവിക്കാനുള്ള ബുദ്ധി നൽകണം. അതുകൊണ്ട് ആ പാദ സേവാരതിയെ ഞങ്ങൾക്ക് നൽകുകയും കർമ്മവാസനാരൂപമായിരിക്കുന്ന ഞങ്ങളുടെ ആ ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന
പരമഗുരുവായിട്ട് നിന്തിരുവടി തന്നെ ഭവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ.